ജേണൽ ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ? എനിക്കും ജേണൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ റീൽസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പം കുറേ പേര് ഇതേപോലെ ജേണൽ ചെയ്യുന്നതും ജേണൽ സപ്ലൈസൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കാണാറുണ്ട്. ആ സമയം മുതൽ എനിക്കും ജേണൽ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷേ ജേണൽ ചെയ്യാൻ എൻ്റെ കയ്യിൽ ജേണൽ സപ്ലൈസ് ഒന്നുമില്ല. അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ജേണൽ സപ്ലൈസൊക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അത്ര അധികമൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. ജേണൽ ചെയ്യണം, പക്ഷേ ജേണൽ സപ്ലൈസസ് ഒന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇടുന്നതായിരിക്കും. കുറച്ച് സാധനം ഉള്ളെങ്കിലും ഞാൻ വീഡിയോ ഇടുമ്പം കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കയ്യിലെ സാധനങ്ങൾ. ഈ പേപ്പർ എനിക്ക് ഒരു ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. ഞാനത് പറിച്ചുകൊണ്ട് വന്ന് അതിലൊരു പെയിൻ്റൊക്കെ അടിച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇത്രയൊക്കെയാണ് ജേണൽ ചെയ്യുന്ന സാധനങ്ങൾ എൻ്റെ കയ്യിലുള്ളത്. ഇത്രയും റോൾസ്, 2-3 റോൾസ് അധികം ആവർത്തിച്ച് വരുന്നുണ്ട്. എന്നാലും ഇത്രയും റോൾസ് ഒന്ന് കഴിഞ്ഞാൽ ഒന്നെടുക്കാമല്ലോ. പിന്നെ ഇങ്ങനത്തെ പേപ്പർ ഇതൊക്കെ എനിക്ക് ഒരു സ്ഥലത്തു നിന്ന് കിട്ടിയതാണ്. സ്ഥലം മീൻസ് ഒരു ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ അതിൻ്റെ സൈഡിലെ ഷേപ്പൊക്കെ അങ്ങനെ ആക്കിയെടുത്തതാണ്. പിന്നെ ഇതിലെ ഒരു പേപ്പർ ഇതുപോലെ കഷ്ണമാക്കി കീറിയിട്ട് അതിൽ ബ്രൗൺ കളർ പെയിൻ്റ് അടിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. പിന്നെ ഇത്രയും പേപ്പറൊക്കെ ഞാൻ ഇങ്ങനെ കീറിയിട്ടുണ്ട്. പിന്നെ ഇത് വേറെ പ്ലെയിൻ ആയിട്ടുള്ള പേപ്പർ ബ്രൗൺ കളർ അടിച്ച്, പിന്നെ കുറച്ച് ഗ്രിറ്റ് ലൈൻസ് ആയിട്ടുള്ള പേപ്പറൊക്കെ ഉണ്ട്. പിന്നെ ഇത് കളർ പേപ്പർ ഇതേപോലെ ചുരുട്ടിയിട്ട് ഇങ്ങനെ നിവർത്തിയിട്ടുണ്ടാക്കിയതാണ്. ഇതിൽ വേറെ ഒന്നും കഷ്ടപ്പെടാനൊന്നുമില്ല. പിന്നെയുള്ളത് ഈ ഒരു പാക്കറ്റാണ്. ഈ പാക്കറ്റിൽ എന്താ വെച്ചാൽ നമുക്ക് ജേണൽ ചെയ്യുന്ന അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. സ്റ്റിക്കേഴ്സൊക്കെയാണ്. എനിക്ക് സ്റ്റിക്കേഴ്സ് ആക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ആക്കിയിട്ടുള്ളത്. ഇതുപോലെ മുറിച്ചിട്ട് ഒട്ടിച്ചിട്ട് ഇങ്ങനെ തോട്ട്സൊക്കെ എഴുതി വെക്കുന്നതാണിത്. പിന്നെ അതുകൂടാണ്ട് സ്റ്റിക്കറൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ആ പൂവിൻ്റെ ഒക്കെ സ്റ്റിക്കറുണ്ട്. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ അത് റൗണ്ട് ഷേപ്പിലായിട്ടുള്ളതുണ്ട്. പിന്നെ ഇതുപോലെ വെള്ള പേപ്പറിൽ ഇതുപോലെ പെയിൻ്റൊക്കെ അടിച്ചിട്ട് അത് മുറിച്ചത്. ഞാൻ പറഞ്ഞത് ഈ സ്റ്റിക്കറൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. സ്കെച്ചും അതുപോലെ ബ്ലാക്ക് മഷി പേനയും മതി. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ജേണൽ സപ്ലൈസ്. നിങ്ങളും ജേണൽ സപ്ലൈസ് ആക്കിയിട്ടുണ്ട്, ജേണൽ ചെയ്തിട്ടുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതുവരെ ജേണലൊന്നും ചെയ്തിട്ടില്ല. ജേണൽ സപ്ലൈസ് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ജേണൽ ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ തന്നെ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ ബൈ.